ஓகே ஐஸ் ஐ போட்டு ரொம்ப நல்லா இருக்கு எந்து ഇതെന്താ ഇത് ഇതാണ് മറ്റേ എന്ത് ചെട്ടി 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 ഹായ് വേറെ ഒരാൾക്ക് ഒരാൾക്ക് 10 അല്ലേ നമുക്ക് മൂന്നാൾക്ക് മൂന്നാളും കൂടി ഒരു ബാച്ച് ആക്കി ഡിസ്കൗണ്ടോ അതെന്താ ഡിസ്കൗണ്ട് ഇപ്പൊ സീസണാ പൂ സീസണ് ഇത് ഫുൾ നിങ്ങളതാ എപ്പോഴാ കട്ട് ചെയ്യാ എന്ത് ആഴ്ച ആഴ്ച കട്ട് ചെയ്യൂ ആഴ്ച കട്ട് ചെയ്യൂ എന്നിട്ട് ആഴ്ച ഉണ്ടാവും തമിഴ്നാട് പോയി ആ ഇത് മറ്റേ ഇതില്ലേ ഫ്ലവർ ഷോ ഓണത്തിന് കേരള പോലെ ഉണ്ടെങ്കിൽ കൊടുക്കൂ ഇത് ബൾക്കായിട്ടേ കൊടുക്കുള്ളൂ കുറച്ച് കൊടുക്കൂല ഇല്ല അത് കമ്പനി പോ തമിഴ്നാട് മൊത്തമായിട്ട് ബൾക്കായിട്ട് പോകും എന്നിട്ട് അവിടെ നിന്ന് സ്പ്ലിറ്റ് ആവും യെസ് അങ്ങോട്ടാ എത്ര രൂപ 30 രൂപ എന്ത് സൂര്യകാന്തി തേങ്ങ നമുക്ക് അടുത്ത് മറ്റേ സാധനം കാണാൻ പോവാം മഞ്ഞ കളറുള്ള സാധനം എന്തൊക്കെ സോനു എന്താ നോക്കി മറ്റേ ഷാറുഖ് ഖാന്റെ സാധനം എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? കലാസ്നേഹികളെ, നമ്മളിപ്പോൾ ഉള്ളത് കർണാടകയിലെ കുതർപൂർ എന്ത് സ്ഥലത്തിന് പേര് ഗുണ്ടൽപേട്ട് എത്തിയില്ല. ഗുണ്ടൽപേട്ട് എത്രയും മുന്നേ ഉള്ള ഒരു മനോഹരമായ സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. പ്രകൃതിദത്തമായിട്ടുള്ള എന്താ പൂവ്. ഇനി നാട്ടിൽ നമ്മൾ ചെട്ടി എന്നൊക്കെ പറയും അല്ലേ, ചെട്ടി. അപ്പോൾ ഈ ഒരു കാഴ്ച കാണാൻ നമ്മൾ ഇവിടെ തന്നെ വരേണ്ടി വരും, വേറെ എവിടെയും കിട്ടൂല. അപ്പോൾ വേഗം പെട്ടെന്ന് വണ്ടി എടുത്ത് പോയാൽ ഓക്കെ. 3-4 വീട്ടിലിട്ടുണ്ട്. ഇതിലൊരു പോർഷൻ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് ഞങ്ങളൊരു വില കിട്ടിയപ്പോൾ ഞങ്ങൾ വാങ്ങി. അതെ, ഒരാൾക്ക് 10 രൂപ, ഒരാൾക്ക് 10 രൂപ കയറേ, 3 ആൾക്ക് 10 രൂപയ്ക്ക് തരുമോ ചോദിച്ചാൽ മുതല. അല്ലല്ല, അത് നമ്മൾ വേറെ, അത് ബിസിനസ്. ഇത് ഞങ്ങളതല്ല, ഇത് ഞങ്ങൾ ഈ പോർഷൻ ഞങ്ങൾ വാങ്ങി നാട്ടില് പാവങ്ങൾക്ക് പൂവ് കൊടുക്കാൻ. അപ്പോ പൂവല്ലേ, അക്ഷരം മാറിയില്ല. ഇതിനാണെങ്കിലും ഇങ്ങോട്ട് വാ പാമ്പ്. ഇതിനാണെങ്കിലും വാർത്ത ഇങ്ങോട്ട് വാ. പ്രേമിലുണ്ട്, പ്രേമിലുണ്ട്. ഇയാള് പ്രേമുള്ളത്. താങ്കൾക്ക് എന്താണ് ഈ പൂക്കളെ പറ്റി പറയാനുള്ളത്? പറയൂ. മലയാളം അല്ല, ഇംഗ്ലീഷ് ആണ്. ഫുൾ ഇംഗ്ലീഷ്. പറക്കല്ലേ, 10 30 മിനിറ്റ് വേറെ കൊടുക്കേണ്ടി വരും. ആ മൈക്കടി, ഇംഗ്ലീഷ് വരെ. This poo is the very beautiful flower in Onam season. ഓണത്തിന് ഇംഗ്ലീഷ് എന്താ? We are in my +2 and degree study കാലഘട്ടത്തിൽ. അന്ന് കൊറേ ഹിസ്റ്ററി. We are lots of money making this poo purchase करने के लिए. അതെ. ഹിന്ദി കന്നഡ ഹിന്ദിയ. ഒരു കാര്യം മനസ്സിലായി, ചെക്കൻ ഇംഗ്ലീഷിന് വേണ്ടി പിടുത്തില്ല, ഹിന്ദിയിലും ഇല്ല, കന്നഡയിലും ഇല്ല, മലയാളം ജന്മഭാഷയായതുകൊണ്ട് അറിയാം. മലയാളം എനിക്ക് അണ്ടോ അതിലും ഇല്ല. തീരുമാനമായി. ചെക്കന്റെ ഡീറ്റെയിൽ ആയിരുന്നു, ഇംഗ്ലീഷ് അറിയില്ല കേട്ടോ. തപ്പിയാ കളിക്കുന്നത്. കല്യാണം നോക്കേണ്ടത്. ഈ പൂവ് നടന്നു പോരി. ഈ പൂന്തോട്ടത്തിനെ കുറിച്ചും പൂക്കളെ കുറിച്ചും പൂക്കാരനെ കുറിച്ചും പറയുകയാണെങ്കിൽ 10 രൂപ നമുക്ക് 10 രൂപ കയറി വരുമ്പോ വാങ്ങി ഇറങ്ങി വരുമ്പോ എല്ലാരും കൈമടക്ക് കൊടുക്കുന്നുണ്ട്. കൊടുക്കാറില്ല, മുന്നാസ്ക വലിയ സെലിബ്രിറ്റി ഒക്കെ ആയതുകൊണ്ട് ചിലപ്പം സോനു, ഇവിടെ ഓറഞ്ച്, അങ്ങ് ദൂരെ കോണില് മഞ്ഞ കളറ്. അപ്പൊ നമ്മള് അവിടേക്ക് പോകുന്നു. അവിടേക്ക് പോയാൽ നമുക്ക് പിന്നെയും ഞങ്ങള് മൈസൂരാ. രാജിന്റെ വീഡിയോ ഇവിടെ ഫ്ലവറാ ഫുള്ള്. സൂര്യകാന്തി പൂത്തെടുക്കാൻ മോനെ. ആ ചെട്ടി നമുക്ക് മര്യാദക്ക് പോന്നൂടെ? എന്ത് ബൈക്കുണ്ടാ?
അടുത്ത ബിസിനസ് ഒന്നും പറയല്ല. മൂപ്പര് ഇത് ഒരു ചെടിക്ക് 2 രൂപ വെച്ച് തരാം. ഒരു ചെടിക്ക് 2 രൂപ കിട്ടൂല. അത് അത് മൂപ്പര് തരാറുണ്ട്. ഇത് ഹോൾസെയിൽ ആയിട്ട് ബൾക്കായിട്ട് പോകും. ഇതൊരു ഏരിയ മുങ്ങോട്ട് പോയി വിറ്റ് കഴിഞ്ഞിട്ടാ പിന്നെ നമ്മള് ചെടി പൂക്കള് പുഷ്പിക്കണം. അത് നോക്കാം നമുക്ക്. ബാബാ നമുക്ക് അപ്പുറത്തേക്ക് ചെട്ടിന്റെ അടുത്തേക്ക് പോവാം. അന്തപ്പക്കം ഒന്ന് പോയി വന്നാൽ അന്തപ്പക്കം പോയാ ചളിയാ, വൈറ്റ് ഷൂ ആ മൊയന്തായി പോവും. ഓൾറെഡി കുറച്ച് മൊയന്താവുന്നുണ്ട്. യെസ്. അപ്പൊ 10 ഉറുപ്പ്യക്കുള്ള ഉണ്ടാ. മൂപ്പര് കഷ്ടപ്പെട്ടിട്ട് പണിയെടുക്കല്ലേ. പറിച്ച കുറച്ച് എടാ നമുക്കുണ്ടല്ലോ ഓണ സമയത്തേക്ക് ഹോൾസെയിൽ ആയിട്ട് ഇങ്ങോട്ട് എടുത്താലോ? മൊത്തത്തിൽ ചില്ലറ പൈസ കിട്ടുമോ? ആ ബാ ചോദിച്ചോ. എന്നാ ബിസിനസ് സംസാരിക്കും പോയിട്ട്. ജീവിതമാണ്, ബിസിനസ്സാണ്. എത്ര ടോട്ടൽ എത്ര ഇത് എത്ര പൈസ വരും? പറയാനാവില്ല. തൂക്കത്താ 10 രൂപ കിലോ കമ്പനി കൊടുക്കുന്ന പെയിന്റ് കമ്പനി ഓണത്തിന് അല്ലാത്ത ഇല്ല. ഓണത്തിന് ഉണ്ടെങ്കിൽ കൊടുക്കും. ആ ഓണത്തിന് ഇതിന്റെ ബാക്കി ഉണ്ടെങ്കിൽ ഓണത്തിന് കൊടുക്കുള്ളൂ. ഇതുകൊണ്ട് എന്താ ചെയ്യാ? പെയിന്റ് എന്താക്കണെന്ന് അറിയില്ല. 10 രൂപ കിലോ ഫിക്സ് റേറ്റ്. 10 ഉറുപ്പ്യക്ക് കിലോ ഫിക്സ്ഡ് റേറ്റ്. വിത്ത് അവർ കൊടുക്കും. നമ്മൾ കൃഷി ചെയ്യണം, കൂട്ടി അതൊക്കെ ചെയ്താൽ എല്ലാ തരും. ആ പൈസ അവർ പിടിക്കും. ഓണത്തിന് വാടാമല്ലി. ഇതിലേ ഇതാണ് സാധനം. നിങ്ങൾ കാണൂല വേറെ കാര്യോ? റൂം ചെയ്തിട്ട് പച്ച കളറാ മഞ്ഞച്ചട്ടി ഇവിടെ ഉണ്ടാകുന്നുള്ളൂ. അവർ കൊണ്ടുപോകില്ല. ഓണത്തിന് മാത്രം. നിങ്ങൾ ഓണത്തിന് മാത്രം മഞ്ഞച്ചട്ടി. ഇത് 10 രൂപയ്ക്ക് അത് ഉൾപ്പെടും. ഇല്ല, അത് വേറെ ആൾക്കാ. വേറെ ആൾക്കാ. അപ്പൊ ഇത് വേണ്ട നമുക്ക്. ഇത് പെയിന്റിന്റെ ആൾക്കാരെടുത്തോട്ടെ. നമുക്ക് പോവാം. നമ്മൾ വരാം കേട്ടോ. ശരി. ഇതെന്തേനും സാധനം? ഇതേതേനു? ഇത് ചെട്ടിയല്ല, ഇത് മറ്റേ അതല്ലേ പാത്രോ? ഇത് സൂര്യകാന്തി ചെട്ടിന്റെ അത്ര അല്ല കേട്ടോ. സൂര്യകാന്തി പൂക്കുന്ന സമയം. പക്ഷെ ഇപ്പം ഇവിടെ ചെട്ടിയാ കൂടുതലുള്ളത് അല്ലേ? സൂര്യകാന്തി കുറവാ. ചെട്ടി ഫുൾ ടൈം ഉണ്ടാവും. പെയിന്റ് കമ്പനിക്ക് കൊടുക്കണം. അങ്ങ് അറിയാന് ഞാൻ ഇപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു വാങ്ങിയത്. മൊഞ്ചി. ഇത് രസം കേട്ടോ. സൺഫ്ലവർ, അതായത് സൂര്യകാന്തി. യെസ്, സൂര്യകാന്തി എന്ന് പറയുമ്പോൾ യെസ് 10 ഉറുപ്പ്യ കൊടുക്കണം അങ്ങോട്ട് കയറണമെങ്കിൽ. പക്ഷെ ഇതിന്റെ ആൾക്കാർ നമ്മൾ കാണൂല. ആണോ? നമ്മളാണ് മിനിമം 100 ഉറുപ്പ്യ വാങ്ങിയിട്ടുണ്ടാവും. നമ്മൾ ഒളിപ്പിച്ചിട്ടുണ്ടാവും. നമ്മൾ കവറൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ചീച്ചാളോ. അതെ, ഈ ട്രിപ്പില് അതെ. എന്നിട്ട് ഒരാഴ്ച ചേട്ടാ പോണെന്ന് പോലും അറിയാണ്ട് അല്ലേ 10 ഉറുപ്പ്യക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കളിക്കുകയാണെങ്കിൽ ഏട്ടാ പോണ് എന്തിനാ പോണെന്ന് പോലും അറിയാണ്ടാണ് 3 എണ്ണം കൂടി തീരുമാനിച്ചത്. വേണ്ട മൂപ്പരെന്താ ചോദിച്ചേ? ഏജന്റ് അല്ല, മൂപ്പരതാ. മറ്റൊരു വിത്തും വളമൊക്കെ കൊടുത്തിട്ട് എന്തുകൊണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മക്കിത് കേരളത്തിൽ തുടങ്ങാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാല് ഒരാള് നന്നാണ് നമ്മളെ നാട്ടുകാർക്ക് ഇഷ്ടപ്പെടും. രാവിലെ എണീച്ച് നോക്കുന്നവരുണ്ടല്ലോ സാധനം ഉണ്ടാവില്ല, ചെടി പോലും ഉണ്ടാവില്ല. എന്തായി പോകും. കോഴി കൂടി വന്നാ തീർന്നു. പോയി അല്ല കോഴി അവസ്ഥ. എത്ര ചേച്ചിയെ കിത്തനാ ഹസീന കഹറ. വാ ചേച്ചി എത്ര ചേച്ചിയാ? കയറടോ ചെല്ലി. എന്നെന്തോ പറയണ 10 20 ഒരു 10 റെഡ് കളറ്. ഒരാൾക്ക് 10, ഒരാൾക്ക് 20. ചെറ്റകളെ 10 ഉറുപ്പ്യക്കാണ് ഞങ്ങൾ 3 ആള് കയറും.
മൂപ്പര് 10 റുപ്യ കന്ന് അത് 2 പൂവാ. 2 പൂവിന്റെ അല്ലേ? അതാ രസം കാണാൻ ഇതിനെക്കാട്ടിയും. അല്ലാണ്ട് പൈസ കൊടുക്കാൻ പഠിച്ചിട്ടല്ല. അതാ രസം. കാണാൻ രസമുള്ളല്ലേ നമുക്ക് വേണ്ടി. ആധാരമുള്ളത് ആ വ്യൂ 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 വ്യൂ. ഷമീറെ ടെസ്റ്റ് അടിക്കാ വാങ്ങോ? പ്രോട്ടീനാ? ആ ഒഴിക്കല്ലേ, ഒഴിക്കാണ്ട് തിന്ന്. ഒരു പീസല്ല, ഒന്ന് ഫുള്ള്. നമ്മള് എന്ത് വാങ്ങണല്ലോ ടേസ്റ്റ് നോക്കിട്ട്. ഇവിടെ തന്നെ പീസാക്കാം. ഗൂഗിൾ പേ ആണ് നമ്മളെ കണക്കുണ്ടാവും. പണ്ടത്തെ ക്യാഷ് കണക്കില്ല. വെറും 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 നിങ്ങളെ വെറും മോഹാണ് മക്കളെ എന്നെ പറ്റിച്ച് ജീവിക്കാന്ന് പറഞ്ഞാല് കേട്ടോ. എനിക്ക് മുറിക്കാൻ വണ്ടി ഉണ്ടാവില്ല. എന്ത് വണ്ടി ഉണ്ടാവില്ല. അല്ലുണ്ട് മൂപ്പർക്ക് അണ്ടി കട്ട് ചെയ്ത് മുറിക്കാൻ അറിയാതാ. അത്രയും വൃത്തിയുള്ളൂ. മൂപ്പര് മുറിക്കണം, മൂപ്പര് എക്സ്പീരിയൻസ്ഡാ. അതാ അതെ, അമേരിക്ക ട്രെയിനിങ് അല്ലേ. ആ റോഡിന് അങ്ങോട്ട് ഇങ്ങോട്ട് പോയാൽ മതി. ഞങ്ങള് ബിസ്കന്മാരാണ്, ഞാൻ മനസ്സിലായി. ഹായ് ബോയ്സ് മോനെ അന്നെ അടിച്ചാൻ കൊല്ലും. ആക്കിക്കോ, കണ്ണിലാവും. ഇതെന്താ ബോംബോ? പടകം പൊട്ടിക്കുമ്പോൾ പോയി ഞാൻ. അല്ല മോനെ നക്കുന്നതാ. ഉള്ളു മുളകാട്ടോ മോനെ. അല്ലോ ഇത്ര മുളക് വേണ്ടില്ലേ എനിട്ടോ. പെട്ടെന്ന് വിട്ടു നിർത്താൻ. സ്വയംബൻ ഇത് മാങ്ങല്ലേ? സ്വയംബൻ എന്ന് പറഞ്ഞാൽ ടേസ്റ്റി, അടിപൊളി. ചോറ് കട്ട് ചെറ്റ. അങ്ങനെ നമ്മള് 3ാമത്തെ പച്ച കളർ ബോർഡിന്റെ അടുത്തെത്തി. ആദ്യം നമ്മള് വയനാട്, പിന്നെ നമ്മളവിടുന്ന് കർണാടക, തമിഴ്നാട്, പിന്നെ നമ്മള് കർണാടക, ഗുണ്ടൽപേട്ടെന്ന് നമ്മള് ഗുണ്ടൽപേട്ട്. താങ്ക് യു ഗുണ്ടൽപേട്ട് എന്ന് പറഞ്ഞൊരു ബോർഡൊക്കെ ഉണ്ട് ഇവിടെ. അതൊക്കെ കഴിഞ്ഞ് നമ്മള് മുന്നേറുകയാണ് ഗൈസ്. അല്ല കൈമാരി എങ്ങോട്ടാന്നുള്ള വല്ല ബോധം നിങ്ങൾക്ക് ഉണ്ടോ? നേരെ നേരെ പിന്നെ ഒരു 4 വട്ടം കൂടി അടിച്ച് തിരിച്ചായിട്ട് പോകും. പക്ഷെ ഉണ്ടല്ലോ ഇങ്ങനെ പോണേലും ഒരു രസമുണ്ട്. മാക്സിമം എൻജോയ് ചെയ്ത് പോവാ. ഇല്ല അങ്ങനത്തെ ഒന്നുമില്ല. തിന്നാൻ നിർത്താം, എവിടെങ്കിലും വെറുതെ നിക്കണെങ്കിൽ നിക്കാം. ഒരു പ്ലാനിങ് വേണ്ടതാ. വെന്നെടുക്കുന്നുണ്ട്, മുട്ടായി ഉണ്ട്, ചോക്ലേറ്റ് ബാഗിലുണ്ട്, ഉണ്ട് ചോക്ലേറ്റ് ഉണ്ട്. ഡോണ്ട് വറി മാൻ, ഡോണ്ട് വറി. ഒരു പ്ലാനിങ് പോലെ എങ്ങനെ പോവാ. നമുക്ക് എപ്പോ തിരിച്ചു പോണെന്ന് നമ്മൾ വിചാരിക്കുന്നു, നമുക്ക് അപ്പം പോവാം. വീട്ടിൽ നിന്ന് വിളി വന്നാ നമുക്ക് തിരിച്ചു പോവാം. വിളി ഹാൻസോ എടാ വണ്ടി മോനെ തട്ടിത്തരികിട എടുത്ത് വിടറ. തട്ടടാ മോനെ, തട്ടിക്കേറ്റടാ മോനെ.
മുടിയൊക്കെ തട്ടുക. ഇവരെ ഓട്ടോറിക്ഷന്റെ പ്രത്യേകത ഉണ്ടല്ലേ ഈ അതിലൊരു 10 രൂപ ആളൊക്കെ ഉണ്ടാവും. 10 രൂപ ആൾക്കാരുണ്ടാവും. ഒരു ആള് കൂടുതൽ ആദ്യമൊന്നുമില്ല. അട്ടിക്കിട്ടിട്ടുണ്ടല്ലോ. ആരവിടെ ഹെൽമെറ്റ് ഇട്ട് പോണേ? അതാ മൂപ്പരുതാ പോണ തന്ത കീറിയെന്നാണ്. പോട്ടെ. ആരവിടെ ഹെൽമെറ്റ്? ആ മുമ്പുള്ളവന്റെ തലയിലും ഉണ്ട്. ഇവൻ വലിയ ഇതാട്ടോ. എല്ലാരും നിയമം പാലിക്കുന്നവരാ അവിടെ. ആ ഇന്നേ തല്ലിനല്ലേ പറഞ്ഞ് കേടാ ഇവിടെ കഫേ കോഫീടെ ഉണ്ടല്ലോ. കഫയൊന്നും കഴിക്കൂല, പേര് മാത്രമേ ഉണ്ടാവും. അങ്ങോട്ട് പോയാ എന്താ മാങ്ങാച്ചോടെ എടാ എടാ നമുക്ക് ചാടിച്ചാലോ? കഫേ കോഫി എന്ന് പറഞ്ഞിട്ട് എടാ നമുക്ക് എന്ത് കർമ്മൂസ്